+2 കഴിഞ്ഞ് ഡിഗ്രി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കുട്ടികൾ, MBA ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ പഠനം പാതി വഴിയിലായിട്ട് ഇനി പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ, ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ കേരളത്തിൽ വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ഏതാണ്. അതുമാത്രമല്ല പലരും ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും. സോ നമ്മുടെ ജോലിയുടെ കൂടെ തന്നെ പഠിച്ച് എക്സാം എഴുതി പാസ്സാകാൻ സാധിക്കുന്ന ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാണ്. സോ ഈ ഒരു മാറ്റർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇറങ്ങാൻ. സോ ഇതില് ആദ്യമായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കേരളത്തില് ഓൾറെഡി ഉള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂര്, അല്ലെ, ഇങ്ങനെയുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇപ്പോൾ ക്ലോസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ കേരളത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ പുതിയതായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു യൂണിവേഴ്സിറ്റി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കേരളത്തില് ഡിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ പഠിക്കണമെങ്കിൽ ആകെയുള്ളത് ഒരൊറ്റ യൂണിവേഴ്സിറ്റി മാത്രമാണ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. വേറെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ സാധ്യമല്ല. ഇനി രണ്ടാമത് ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി, സെൻട്രൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയാണ്, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ 2 യൂണിവേഴ്സിറ്റിക്ക് മാത്രമാണ് വാല്യൂ ഉള്ളത്. ദെൻ ഇതല്ലാണ്ട് കേരളത്തിന് പുറമേയുള്ള ഇപ്പോൾ തമിഴ്നാടൊക്കെയുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. ഭാരതിയാർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി. ബട്ട് 2022 ശേഷം ഇതൊന്നും പോസിബിൾ അല്ല. UGC, യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാൻഡ്സ് കമ്മീഷൻ, ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നോക്കുന്ന അതോറിറ്റിയാണ്. അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂള് വന്നിട്ടുള്ളതിൽ ജൂറിസ്ഡിക്ഷൻ നോക്കിയിട്ട് മാത്രമേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമമുണ്ട്. എന്ന് പറഞ്ഞാൽ തമിഴ്നാടുള്ള ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് ആ ഒരു ഏരിയയിൽ, കോയമ്പത്തൂർ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റിൽ മാത്രമേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. കേരളത്തിൽ സെൻറ്ററുകളോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം നമുക്ക് ഭാരതിയാറിൻ്റെ എന്തെങ്കിലും കോഴ്സസ് അല്ലെങ്കിൽ അണ്ണാമലയുടെ ഒക്കെ ആണെങ്കിൽ അവരുടെ ജൂറിസ്ഡിക്ഷനിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന അവിടെ പോയിട്ട് മാത്രമേ എക്സാം സെൻറ്റർ ഉണ്ടാവുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. ദെൻ അവരാണെങ്കിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആക്ച്വലി ക്ലോസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കേരളത്തിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ വാല്യൂ ഉള്ളത് ഈ 2 യൂണിവേഴ്സിറ്റി മാത്രമാണ്, ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ ഇഗ്നോയും. ഓക്കെ, വേറെ ഒന്നിൻ്റെയും പിന്നാലെ പോയിട്ട് വെറുതെ കാര്യമില്ല. വാല്യൂ എന്ന് പറയണത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് റെക്കഗ്നീഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അതിന് എന്താണ് DEB, UGCയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ആണ്. അതിൽ പോയിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഏതൊക്കെ യൂണിവേഴ്സിറ്റിക്ക് വാല്യൂ ഉണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഏതിനൊക്കെ UGC, ഏതൊക്കെ കോഴ്സസിന് UGC റെക്കഗ്നീഷൻ ഉണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ ഒരു UGCയുടെ റെക്കഗ്നീഷൻ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സസിനും റെക്കഗ്നീഷൻ ഉണ്ടോ എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇപ്പോൾ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ UGC ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊക്കെ കോഴ്സസിന് വാലിഡിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ കേരള സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ കോഴ്സസിനും UGC റെക്കഗ്നീഷൻ ഉണ്ട്. അതുപോലെ തന്നെ PSCക്ക് റെക്കഗ്നീഷൻ ഉള്ളതാണ്, വേറെ ഒരു പ്രശ്നമില്ല, നമ്മൾ സേഫാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള 2-3 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അറ്റ് പ്രസന്റ് കേരളത്തിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ സാധിക്കുന്ന നമ്പർ 1 യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ആണ്. നമ്പർ 2 നിങ്ങൾക്ക് ഇഗ്നോ ആണ്. ബാക്കി മറ്റ് യൂണിവേഴ്സിറ്റീസ്, പുറമേയുള്ള യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ നോക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല.
ജൂറിസ്ഡിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിനൊന്നും ഇവിടെ സെന്റർ ഇല്ല. പലരും പല കാര്യങ്ങളും പറഞ്ഞു വരും, അതിന്റെ പിന്നാലെ പോയി സമയം കളയരുത്. അതുപോലെ തന്നെ 6 months UG ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും നിങ്ങൾ വെറുതെ പോണ്ട. ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടിൽ എന്തെങ്കിലും നൽകാമെന്ന് പലരും പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ കാണും. അതിന്റെ പിന്നാലെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. കാരണം പേരിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. അതിന് റെക്കഗ്നിഷൻ ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യം പറയാനുള്ള കാര്യം. ഇനി രണ്ടാമത്, ഇപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്, കേരളത്തിന്റെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഈ പറയുന്ന ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി. പിന്നെ ഓൾറെഡി ഉള്ള ഇഗ്നോ ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് കുട്ടികൾ ചോദിക്കും ഇതിൽ ഏറ്റവും ബെറ്റർ ഏതാന്നുള്ളത്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ഏറ്റവും കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ്. കാരണം ഇതിന്റെ പ്രത്യേകതകൾ തന്നെയാണ്. നമ്പർ 1, ജോലിക്ക് പോകുന്നവർക്കും കംഫർട്ടബിൾ ആയിട്ട് രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വീക്കെൻഡിലാണ് എക്സാം അവർ ആക്ച്വലി ഷെഡ്യൂൾ ചെയ്യുന്നത്. ശനിയാഴ്ച ഞായറാഴ്ച അങ്ങനെയായിട്ടാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. പിന്നെ ഈ 2 യൂണിവേഴ്സിറ്റീസിനും ടോട്ടൽ മാർക്സിൽ ഒരു 30 മാർക്ക് ഇന്റേണൽ മാർക്ക് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം വേണ്ടേ. അപ്പോൾ ആ അസൈൻമെന്റിന്റെ ബേസിലാണ് നമുക്ക് ഇന്റേണൽ 30 മാർക്ക് ലഭിക്കുക. ആ അസൈൻമെന്റ് പലപ്പോഴും ഇഗ്നോയിലൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് റിജക്ഷൻ കുട്ടികൾക്ക് വരാറുണ്ട്. കുറച്ചും കൂടി ടഫാണ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കുറച്ചും കൂടി ആക്സെപ്റ്റൻസ് റേറ്റ് കൂടുതലാണ്. എക്സാമിന്റെ കേസ് ആണെങ്കിലും ഇഗ്നോ കുറച്ചും കൂടി ടഫാണ്. ഈ പറയുന്ന ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി കുറച്ചും കൂടി എളുപ്പം പേപ്പർ ആയിട്ട് വരുന്നുണ്ട്. മാർക്സ് ആണെങ്കിലും കുറച്ച് കൂടുതൽ, പാസ് പെർസെൻറ്റേജ് കൂടുതലാണ്. അപ്പോൾ 2 യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഒരെണ്ണം സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ, ഒരെണ്ണം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പൊ 2നും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ റെക്കഗ്നീഷൻ ഉണ്ട്. ബട്ട് കുറച്ചും കൂടി എളുപ്പവും അതുപോലെ തന്നെ കൂടുതൽ കുട്ടികൾ പാസ്സാവുന്നതും കൺവീനിയന്റ് ആയിട്ട് എക്സാം എഴുതാൻ സാധിക്കുന്നതുമായിട്ടുള്ള യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ വേറൊരു ഇഷ്യൂ ഇല്ല. ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റിയാണ്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സസിനും UGC റെക്കഗ്നീഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബട്ട് ഞാൻ പറഞ്ഞു ഞാൻ കൂടുതൽ അതുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്നത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ അഡ്മിഷൻ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1st വീക്കിലാണ്. നമ്മൾ ഓൺലൈനായിട്ട് അഡ്മിഷനും കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ ആ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ 4 year UG പ്രോഗ്രാമാണ് മെയിനായിട്ട് വരുന്നത്. UGയുടെ കേസിലോട്ട് പോകുമ്പോൾ PG ആണെങ്കിൽ 2 year UG ആണ് വരാം. പിന്നെ MBA ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ഏത് കോഴ്സ് ആണെങ്കിലും BCom ആവട്ടെ, BBA ആവട്ടെ, BA ആവട്ടെ, BA ഇംഗ്ലീഷ്, സോഷ്യോളജി, അങ്ങനെയുള്ള മലയാളം എല്ലാതും ഉണ്ട്. ദെൻ MCom ഉണ്ട്, MAയിലാണെങ്കിൽ ഏത് MA എക്കണോമിക്സ് ആവട്ടെ, സോഷ്യോളജി ആവട്ടെ, ഇതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞു MBA ഉണ്ട്. എല്ലാ കോഴ്സസിനും നമ്മൾ ഓൺലൈനായിട്ട് അഡ്മിഷനും അതുപോലെ തന്നെ കോച്ചിങ്ങും അസൈൻമെന്റ് സപ്പോർട്ടും എല്ലാതും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അത് ജൂലൈ 1st വീക്കിലാണ് ആരംഭിക്കണമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ 1st വീക്കിൽ ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ വേറെ അഡീഷണൽ ഫീയോ മറ്റു കാര്യങ്ങളൊന്നും ചാർജ് ചെയ്യുന്നില്ല. നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കോച്ചിങ്ങിനും ജോയിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കേരളത്തിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാന്നുള്ളത് ഇനി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ആ കൂടിയിട്ട് ഉള്ളത് ഒറ്റ യൂണിവേഴ്സിറ്റി മാത്രമാണ്. ഇനി നെക്സ്റ്റ് പറയാനുള്ള ഒരു കാര്യം, അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് കുട്ടികളെ വെട്ടിൽ വിടാൻ പാടില്ലല്ലോ, അതിനായിട്ട് മുമ്പ് പറയാണ്. ഇപ്പൊ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് കോഴ്സസിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ +2 കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം കുട്ടികളും ഇപ്പൊ ഡിഗ്രി റെഗുലർ ആയിട്ട് ചെയ്യുന്നതിന് പകരം CA, CMA, CCA ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സസിലോട്ട് പോകുന്നുണ്ട്. പരസ്യം, പല കരിയർ ഗൈഡൻസ് ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിപ്രസരാണ് പരസ്യത്തിന്റെ. ഇതൊക്കെ കാണുമ്പോൾ അത് കണ്ടിട്ട് പല കുട്ടികളും ഈ പ്രൊഫഷണൽ കോഴ്സിലോട്ട് എടുത്തു ചാടും. പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് ഒരുപാട് അവിടെ വേണം ഇത് പഠിച്ച് അവസാനിക്കാൻ. ഇപ്പൊ CA കഴിയണമെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ പഠിച്ച് അവസാനിപ്പിക്കണമെങ്കിൽ 6 വർഷം എടുക്കും ശരിക്കും. സപ്ലി ഒറ്റ ഗ്രൂപ്പ് ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ വീണ്ടും എഴുതി പലർക്കും മിനിമം 10 വർഷമൊക്കെ എടുത്തിട്ടാണ് CA പലരും ഫിനിഷ് ചെയ്യാറ്. CMA കോഴ്സ് ഏതോ ആവട്ടെ, അതിൽ ഇടയിൽ ആർട്ടിക്കിൾസ് 3 വർഷം ഉണ്ട്.
അപ്പോൾ ഏത് പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇതൊക്കെ ഫിനിഷ് ആവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ പലരും ഈ ഡിഗ്രി അല്ലെങ്കിൽ PG ഇതൊക്കെ എന്തിനാണെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യില്ല. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേരള PSCയുടെ കോമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പല പോസ്റ്റുകളും വിളിക്കും. അതിപ്പോൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ഏറ്റവും നല്ലൊരു പോസ്റ്റാണ്, അക്കൗണ്ടൻറ്റ് പോസ്റ്റുകൾ, ജൂനിയർ അക്കൗണ്ടൻറ്റ്, അങ്ങനെയുള്ള നല്ല നല്ല പോസ്റ്റുകൾ കേരള ഗവൺമെൻറ് വിളിക്കും PSCയിൽ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി ഇല്ല അല്ലെങ്കിൽ ഒരു PG ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ആ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്ത് കോഴ്സ് ചെയ്യുന്നുണ്ട് എങ്കിലും അതിൻ്റെ കൂടെ തന്നെ നിർബന്ധമായും ഡിസ്റ്റൻസ് ആയിട്ട്, ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും, എക്സാം ഒക്കെ വീക്കെൻഡിലാണ് വരുന്നത്, ഇത് നിർബന്ധമായും ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ എന്തുണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 10ൽ താഴെയാണ് ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് CAയുടെ ഒക്കെ. അപ്പോൾ പല കുട്ടികളും ഇതിനൊക്കെ ജോയിൻ ചെയ്തിട്ട് അതും കിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ ലൈഫിലാകെ ഫ്രസ്ട്രേറ്റഡ് ആവും. ഒരുപാട് കുട്ടികളാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ കയ്യിൽ അപ്പുറത്ത് ഡിഗ്രിയോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ PGയോ നിർബന്ധമായും MCOM ചെയ്തിരിക്കണം. ഉണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല പോസ്റ്റുകൾ വരുന്ന സമയത്ത് അതിനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ ജോബിലോട്ട് കയറാൻ സാധിക്കും. എപ്പോഴും അൺസർട്ടനിറ്റീസ് അവിടെ കൂടുതലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, UGCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഡിസ്റ്റൻസ് മോഡിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും റെഗുലർ മോഡിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും ഈക്വലാണ് അതിൻ്റെ റെക്കഗ്നീഷനും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോകണമെങ്കിൽ പോകാൻ നോ പ്രോബ്ലം. നിങ്ങൾ പലരും പരസ്യം കണ്ടിട്ടൊക്കെ ആയിരിക്കും ഇതിലേക്ക് ഇറങ്ങുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ദിസ് ഇസ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ. എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു പ്ലാൻ B അവിടെ കൂടിയേ തീരൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ആകെ സങ്കടമായിരിക്കും. അങ്ങനെ ഒരുപാട് കുട്ടികൾ പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കത് പാസ്സായി പോവുകയാണെങ്കിൽ നോ പ്രോബ്ലം. ഈ PSC എന്തുകൊണ്ടാണ് മിസ്സാക്കാൻ പാടില്ല എന്ന് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിളിക്കണമെങ്കിൽ 5 വർഷം 6 വർഷമൊക്കെ കഴിയും. അപ്പോഴേക്കും നമ്മുടെ ടൈം കഴിയും. അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് നമ്മൾ ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ നമുക്കത് എഴുതി ആ പോസ്റ്റിലോട്ട് കയറാൻ സാധിക്കും. ഓക്കെ, അതിപ്പോൾ PSC പോസ്റ്റുകൾ മാത്രമല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല പോസ്റ്റുകളുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഗവൺമെൻറ്റിൻ്റെ പല പോസ്റ്റുകളിലും ക്വാളിഫിക്കേഷൻ ഇപ്പോഴും ഡിഗ്രിയും PGയും തന്നെയാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പ്രസൻറ്റ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാണ്, അതിൻ്റെ റെക്കഗ്നീഷൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സിലോട്ടൊക്കെ പോകുന്നവർ നിർബന്ധമായും എന്തുകൊണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് UGയോ PGയോ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ജൂലൈ 1st വീക്കിലാണ് ഇതിൻ്റെയൊക്കെ അഡ്മിഷൻ ആരംഭിക്കുന്നത്. എല്ലാ കോഴ്സസും ഉണ്ട് കേട്ടോ. BA കോഴ്സസ് ഉണ്ട്, BCom BBA, അതുപോലെ തന്നെ MA MCom MBA എല്ലാതും ഉണ്ട്. എല്ലാ അഡ്മിഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം, അഡ്മിഷൻ എടുക്കാനും സാധിക്കും കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.